ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവിലെയും തിരുവചനത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ പ്രഭാതത്തിലുള്ള തിരുവചന ചിന്തയ്ക്ക് വേണ്ടി വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാം വാക്യം വായിക്കുന്നു. വിലാപങ്ങൾ 3:40. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിന്റെ നന്മ പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ വന്ന തകർച്ചകളും പരാജയങ്ങളും വേദനകളുമൊക്കെ കണ്ട് ഇരമ്യാവ് കരഞ്ഞ് എഴുതിയ പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. വിലാപങ്ങളുടെ പുസ്തകത്തിനകത്ത് അനേകം അനുഗ്രഹിക്കപ്പെട്ട തിരുവചനങ്ങൾ കാണാം. അതിനകത്തുള്ള ഒരു വാക്യമാണ് നാം രാവിലെ വായിച്ചത്: ദൈവത്തിലേക്ക് തിരിയുക. വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ മൊത്തം ചിന്ത നമ്മൾ പരിശോധിച്ചാലറിയാം, അകന്നുപോയ മനുഷ്യനും മടക്കിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ദൈവവും. ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ യഹോവയുടെ അടുക്കലേക്ക് തിരിയേണ്ടതിന്, അഥവാ ദൈവോന്മുഖരായി മാറേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ദൈവത്തിങ്കലേക്ക് നമുക്ക് തിരിയുവാൻ കഴിയണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ നടപ്പ് നാം ആരായണം. പലപ്പോഴും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ജീവിതയാത്രയും മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാൽ അത് വലിയ കുറ്റം പറച്ചിലുകളായിട്ട് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു, മറ്റാരുടെയെങ്കിലും ജീവിതത്തെ ചൂണ്ടി അവരെ തിരുത്താനല്ല ഈ വാക്യം നമ്മളോട് പറയുന്നത്. നാം നമ്മുടെ നടപ്പ് ആരായണം. പ്രിയരെ, രക്ഷിക്കപ്പെട്ടതിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഓരോ സ്റ്റെപ്പുകളും ആരായുവാൻ, ഒരിക്കൽ കൂടെ ഒന്ന് പരിശോധിക്കുവാൻ, ഏതെങ്കിലും ഇടങ്ങളിൽ തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുവാൻ ഈ പ്രഭാതം ഒരു മുഖാന്തരമായി തീരട്ടെ. ദൈവാത്മാവ് നമ്മളോട് ആവർത്തിച്ച് ആലോചന പറയുകയാണ്: നാം നമ്മുടെ നടപ്പ് ആരായണം. അങ്ങനെ ദൈവസന്നിധിയിൽ അടുത്തു വന്ന ധാരാളം ദൈവജനത്തെക്കുറിച്ച് തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നത്തതിൽ അവരുടെ ജീവിതമെല്ലാം അനുഗ്രഹപൂർണമായി തീർന്നിട്ടുണ്ട്. എത്ര നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും, എത്ര പിന്മാറ്റത്തിൽ പോയെങ്കിലും, പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആത്മിക മുരടിപ്പുകൾ ജീവിതത്തിൽ കടന്നു വന്നാലും നിശ്ചയമായിട്ടും മടങ്ങി വരുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മടക്കിക്കൊണ്ടുവരുന്ന ഒരു നല്ല കർത്താവുണ്ട്. നിങ്ങൾക്കറിയാമോ, വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു: യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് ചേർന്നിരുന്നപ്പോൾ പ്രാർത്ഥനയും ആരാധനയും തിരുവചന ധ്യാനവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ അതൊരു നല്ല കാലമായിരുന്നു എന്നാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. കൊതിയോടെ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്: ഞങ്ങൾക്ക് ദൈവത്തിങ്കലേക്ക് മടങ്ങണം. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ നല്ല കാലമായി ഞങ്ങൾ കരുതുന്നു, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ ജീവിതത്തിലെ നല്ല കാലമാണ്. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുൻപ്, ഇനിയൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപ്, അടുത്തൊരു കാര്യത്തിനകത്ത് ഇടപെടുന്നതിന് മുൻപ്, നാളുകളെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇളയ മകൻ സുബോധത്തോടെ അപ്പന്റെ വീട്ടിലോട്ട് മടങ്ങി വന്നതുപോലെ, നവോമി യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബത്ലഹേമിൽ മടങ്ങി വന്നതുപോലെ
പ്രിയരെ, ഒരു മടക്കത്തിന്റെ സമയമാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞ് മടക്കി വിളിക്കുന്ന ദൈവശബ്ദം നമ്മുടെ കാതുകളിൽ വീഴുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ, ഞങ്ങളെ മടക്കി കൊണ്ടുവരണമേ. ഇപ്പോൾ മടങ്ങി വരുവാൻ ഒന്നാമത് നാം ചെയ്യേണ്ടത് നമ്മുടെ നടപ്പിനെ ആരായണം. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ദൈവികമല്ലാത്ത വഴികളും ദൈവികമായ വഴികളും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ പറ്റുന്ന വഴികളുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. തീരുമാനമെടുക്കേണ്ടത് നാമാ. അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മെ തന്നെ ആരായാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകി തരട്ടെ. അടുത്തെഴുതിയിരിക്കുന്നു, നമ്മുടെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക എന്നുള്ളതാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമ്മുടെ അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ, നമ്മുടെ ഉയർച്ചയുടെ തടസ്സങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാത്തതിനുള്ള തടസ്സങ്ങൾ ഒരു പക്ഷേ കണ്ടുപിടിക്കുവാൻ പ്രയാസമായിരിക്കും. എന്നാൽ പരിശോധിച്ചാൽ ഏതെങ്കിലുമൊക്കെ രോഗം നീണ്ടു നിന്നാൽ ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് പോലെ, അടുത്ത പരിശോധനകളിലേക്ക് പോകുന്നത് പോലെ ജീവിതത്തെ ശോധന ചെയ്യേണ്ടതിന് തിരുവചനം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ശോധന ചെയ്താൽ ദൈവത്തിന്റെ അടുക്കലേക്ക്, യഹോവയുടെ അടുക്കലേക്ക് നമുക്ക് മടങ്ങി വരുവാനായി കഴിയും. ഏതെങ്കിലുമൊക്കെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ദൈവിക ബന്ധത്തിനകത്ത് നാം അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലുമൊക്കെ പഴിചാരി ദൈവാരാധന കുറഞ്ഞു പോയെങ്കിൽ, പ്രാർത്ഥന അറ്റുപോയെങ്കിൽ, വചനധ്യാനം പേരിന് മാത്രമായി പോയെങ്കിൽ, ഈ രാവിലെ ബൈബിൾ പറയുന്നു, നാം നമ്മുടെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാമോ, തിരിയാമോ? നിശ്ചയമായിട്ടും നമ്മോട് കരുണ കാണിക്കുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന, അവകാശങ്ങളും വാഗ്ദത്തങ്ങളും പിന്നെയും നമുക്ക് നൽകി തരുന്ന സ്വർഗസ്ഥനായ പിതാവ് നമുക്കുണ്ടെന്ന് നാം തിരിച്ചറിയണം. തിരുവചനം വായിച്ചാൽ നമുക്കറിയാം, ആരൊക്കെ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാൻ കൊതിച്ചിട്ടുണ്ടോ അവരെല്ലാം ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ച സ്വർഗസ്ഥനായ പിതാവാണ് ദൈവമെന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുപക്ഷെ എടുത്തൊരു ചെറിയ തീരുമാനത്തിന്റെ പിഴ, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു പോയതിൻ്റെ പിഴവ് പിന്മാറ്റത്തിൽ നമ്മെ കൊണ്ട് ചെന്നെത്തിച്ചു കാണും. ആരാധനകളും കൂട്ടായ്മകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി പോയി കാണും. എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ വാക്യം അങ്ങനെയാ പറയുന്നത്, നാം നമ്മുടെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക, ദൈവോന്മുഖരായി ജീവിക്കുവാൻ, ശിഷ്ടകാലം ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവത്തോട് ഒട്ടിയും പറ്റിയും ചേർന്നും ജീവിക്കുവാൻ, ആ ബന്ധം പുതുക്കപ്പെടേണ്ടതിന് ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഈ രാവിലെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മെ മടക്കിക്കൊണ്ടുവരുന്ന, ദൈവവുമായി ചേർന്ന് ജീവിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി തീർക്കട്ടെ. നിശ്ചയമായിട്ടും ദൈവിക ബന്ധം സജീവമായി മാറുമ്പോൾ മറ്റെല്ലാ പ്രതികൂലങ്ങളും നമ്മെ വിട്ട് ഓടി അകലാനായി തുടങ്ങും. നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും ചിന്തകൾക്കും വ്യത്യാസം വരും. നമ്മുടെ സ്വപ്നങ്ങൾ പോലും മാറാനിടയായി തീരും. ദൈവിക ബന്ധം യഥാസ്ഥാനപ്പെട്ടാൽ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കുറെ കൂടെ ദൈവത്തോട് അടുക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? ദൈവത്തോട് ഇതൊരു ദൈവപ്രവൃത്തിയുടെ പകലായി തീരട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. പ്രഭാതമനയിലൂടെ തിരുവചനം ശ്രദ്ധിക്കുമ്പോൾ ഈ വചനം ദൈവം ഞങ്ങൾക്ക് തന്ന ആലോചനയാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുവാനുള്ള കൃപ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് കൊടുക്കും. വലിയ കാര്യങ്ങളെ ചെയ്യും. ദൈവിക സംരക്ഷണങ്ങൾ അനുഭവിക്കാൻ സഹായിക്കും. അധികാരമുള്ള
യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.